ഹലോ, വെൽക്കം ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. ആക്ച്വലി ഞാനിന്ന് പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഗോ ടു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ തന്നെ ഒന്ന് ചെയ്തേക്കാമെന്ന്. അതായത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മളുടെ ടോപ്പിക്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ രാവിലെ തന്നെ ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അപ്പോൾ പ്രെപ്പ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ആക്ച്വലി ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു സൺസ്ക്രീനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഡോട്ട് ആൻഡ് കിയുടെ ഒരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സൺസ്ക്രീൻ ആക്ച്വലി ഇടുമ്പോൾ 2 ഫിംഗർ റൂൾ അനുസരിച്ചിട്ട് ഇടണം എന്നൊക്കെയാണ്. 2 ഫിംഗർ അല്ലെങ്കിൽ 4 ഫിംഗർ. ഞാൻ ആക്ച്വലി അങ്ങനെ റൂളൊന്നും നോക്കാറില്ല. ബട്ട് ഞാൻ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. സാധാരണ എല്ലാവരും ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മസ്കാര ഇടുക എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഏറ്റവും ആദ്യമാണ് അത് ചെയ്യുന്നത്. അതായത് അങ്ങനെ മേക്കപ്പിന് ആക്ച്വലി അങ്ങനെ റൂളൊന്നുമില്ല, ആദ്യം എന്ത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ കൺവീനിയൻസ് ആണ്. പക്ഷേ ചിലത് പ്രോഡക്ട്സ് ലെയർ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മസ്കാര ഇടാണ്. എൻ്റെ ലാഷ് അത്ര കേൾഡ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും മസ്കാര വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ കണ്ണിന് ആ ഡിഫറൻസ് ഉണ്ട് മസ്കാര ഇടുമ്പോൾ. ഇനി അടുത്തത് ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഭയങ്കര ലൈറ്റായിട്ടേ ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് കത്തി നിൽക്കണം എന്നില്ല, ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ട്. ഇനി ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ ഈ ഗോ ടു മേക്കപ്പ് ലുക്ക് പല സമയത്ത് പലതായിട്ടാണ് ചെയ്യുക. എന്നാലും അതിൻ്റെ ഒരു ബേസിക് ഞാൻ അധികം മാറ്റാതെ നിർത്തുന്നത് കണ്ണെഴുതുന്നതൊക്കെയാണ്. ഞാൻ താഴത്തെ ഒരു വാട്ടർ ലൈനിലാണ് കേട്ടോ എഴുതി കൊടുത്തത്. പിന്നെ ജസ്റ്റ് മുകളിലത്തെ വാട്ടർ ലൈനിൻ്റെ ഒരു പകുതി വരെയൊക്കെ എഴുതും. പിന്നെ ചെയ്യുന്നൊരു ഹാക്ക് എന്താ വെച്ചാൽ, എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഒരു ഉണ്ട കണ്ണാണ്. അപ്പോൾ അതിന് കുറച്ചൊരു നീട്ടം തോന്നാൻ വേണ്ടി നോർമലി ആൾക്കാർ ഇവിടെയാണ് ഒരു വിങ് പോലെ കൊടുക്കുക. പക്ഷെ ഞാനതിൻ്റെ എനിക്ക് ഈ ഭാഗത്തേക്ക് കുറേ നീട്ടാൻ തോന്നാറില്ല. അപ്പം ഞാനെന്താ ചെയ്യുക വെച്ചാൽ ഫ്രണ്ടിൽ ചെറിയതായിട്ട്, അതായത് ആ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. ജെൽ ഐലൈനേഴ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി പോട്ട് ഐലൈനേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ ഉൾട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് തലതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി കട്ടിയാവാതിരിക്കും, അധികം പെട്ടെന്ന് കട്ടിയാവില്ല. ഇതിപ്പോൾ ഒരു ഷുഗറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷെ സ്റ്റിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടിയാവാതിരിക്കും. ഇനി ആക്ച്വലി എനിക്ക് കണ്ണെഴുതിയാലും കണ്ണിന് കുറച്ചും കൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ താഴെ ഈ വാട്ടർ ലൈനിൻ്റെ താഴെയായിട്ട് ഒരു ബ്രൗൺ ഐ ഷാഡോ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടത് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ബേസ് മേക്കപ്പിലേക്ക് പോവാം. ഞാൻ നോർമലി ഫൗണ്ടേഷനോ BB ക്രീമോ ഒക്കെ ഇടുമ്പോൾ ചില സമയത്ത് എൻ്റെ മൂഡ് പോലെയാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഗ്ലോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സ്ട്രോപ്പ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ഞാൻ ലാക്മേയുടെ ഒരു ലൂമി ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി നല്ല പ്രൊഡക്റ്റാണ്. ബട്ട് ഇതിൻ്റെ പാക്കേജിങ് ഇപ്പം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലുള്ളത് ഓൾഡ് പാക്കേജിങ്ങിലുള്ളതാണ്. ബിക്കോസ് ഞാനത് അധികം യൂസ് ചെയ്യാറില്ല. ഇതും ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നില്ല, അങ്ങനെ ഹൈ പോയിൻറ്റ്സിൽ മാത്രമേ ആക്ച്വലി ഇട്ട് കൊടുക്കുന്നുള്ളൂ.
ഓക്കെ, ഇനി ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ആക്ച്വലി ഫൗണ്ടേഷൻ തന്നെ ഒന്നും അല്ല ഞാൻ ഇടുക. ഞാൻ BB ക്രീമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടുക. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. ഫൗണ്ടേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു പമ്പ്, അത് ഭയങ്കര ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ മാത്രം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും നെക്കിലും കൂടി അത് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനതുപോലെ ബ്രഷോ സ്പഞ്ചോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്കെപ്പോഴും കുറച്ചും കൂടി എൻ്റെ കൈകൊണ്ട് തന്നെ ഇടുന്നതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. അതാണ് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷും തരിക. പിന്നെ ഞാൻ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് കയറ്റി. ഫൗണ്ടേഷൻ ആക്ച്വലി കൺസീലറായിട്ട് ഒരുപാട് ഇട്ടാൽ അതിൻ്റെ പ്രോഡക്റ്റ് പിഗ്മെൻറ്റേഷൻ കുറവായതുകൊണ്ടും ഒക്കെ ആയിട്ട് അത് 2-3 ലെയർ ഇട്ടാലായിരിക്കും ആ കവറേജ് കിട്ടുക കൺസീലറിൻ്റെ. അപ്പോൾ എന്താ വെച്ചാൽ കേക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ കൺസീലർ പോലെ ഇടരുതെന്ന് പറയുന്നത്. ഇനി ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡറും ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഫേസിൽ സെറ്റ് ചെയ്യുന്നൊന്നുമില്ല. ആകെ നമ്മളിങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന, ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ, അപ്പോൾ സ്വെറ്റ് ചെയ്യുന്ന, നമ്മൾ വിയർക്കുന്ന കുറച്ച് ഏരിയാസൊക്കെ ഇല്ലേ, അവിടെയൊക്കെ മാത്രമാണ് ഞാനൊന്ന് അണ്ടർ ഐയിലും പിന്നെ അവിടെയും മാത്രമാണ് ഞാനതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ബ്ലഷ് പാർട്ടാണ്. ഞാൻ ആക്ച്വലി ബ്ലഷ് പേഴ്സൺ ഒന്നും അല്ല, ഭയങ്കരമായിട്ട് ബ്ലഷ് പേഴ്സൺ ഒന്നും അല്ല. പക്ഷേ ചില സമയത്ത് എനിക്ക് ബ്ലഷും കൂടി ഉണ്ടെങ്കിലേ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് തോന്നാറുണ്ട്. ഈയിടെയായിട്ടൊക്കെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലഷിനായിട്ട് ആക്ച്വലി എടുത്തേക്കുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ നമുക്ക് അത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. ബ്ലഷിൻ്റെ ഇതുപോലെ പ്ലേസ്മെൻറ്റ് ഞാൻ കുറച്ചും കൂടി മുകളിലേക്കാണ് ഇടുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലേസ്മെൻറ്റ് ഇടുക. അപ്പോൾ അതിനെപ്പറ്റി അതെന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ടാവും. ഫൈനലി ഉള്ളതിന് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്കിൽ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ പേഴ്സൺ അല്ല. ഞാനൊരു എപ്പോഴും ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യാനാണ് ഞാൻ നോക്കുക. ബിക്കോസ് എനിക്കതാണ് ഇഷ്ടം. കുറച്ചും കൂടി എൻ്റെ പേഴ്സണാലിറ്റിയായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതായിട്ടാണ് തോന്നുക. ഇത് ആക്ച്വലി ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു ഫോമുലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതൊരു ലോറിയൽ പാരീസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിങ്ക്സൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ലിപ് ലൈനർ ഒന്നും ആക്ച്വലി പെട്ടെന്ന് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഫിനിഷ് ഉണ്ടാവും. പക്ഷേ എനിക്ക് നോർമലി ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇടുക, അത് അല്ലാതെ ഇടുകയുള്ളൂ. മേക്കപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു ലിപ്പ് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഇടാഞ്ഞ്. ഇപ്പോൾ ബേസായിട്ട് എന്തെങ്കിലും കുറച്ച് ലിപ്പ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് അത് കുറച്ച് നന്നായിരിക്കുക. അല്ലെങ്കിൽ ഫ്ലേക്കി ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സ്കിന്ന് പ്രിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ലിപ്സും പ്രിപ്പ് ചെയ്യണം ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ്. നമ്മൾ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഐബ്രോസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് മറന്നുപോയത് ആക്ച്വലി എൻ്റെ ഐബ്രോസ് ഫിൽഡ് ആണെന്നുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാതായിരിക്കും. അതായത് ആ മസ്കാര ഇടുന്നതിന് മുമ്പ് അതായിരിക്കും ചെയ്യുക. എൻ്റെ ഐബ്രോസ് ആക്ച്വലി കുറച്ച് നാളായിട്ട് ഞാൻ ഐബ്രോസിൽ ഓംബ്രേ ടാറ്റു ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ നാച്ചുറൽ ബ്രോസിൻ്റെ മുകളിൽ ഒരു ഫിൽഡിൻ സാധനം കൊടുത്തിട്ടുണ്ട്. ഓംബ്രേ ടാറ്റു എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ എന്തായാലും എൻ്റെ ഐബ്രോസ് ഫിൽഡാണ്, അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് ആക്ച്വലി സ്കിപ്പായത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ലുക്ക്. എൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇയറിങ്സ് ഇട്ട് കൊടുക്കണം.
ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഗോ ടൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പേൾസ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഒരു പേളാണ് ഇട്ട് കൊടുക്കണേ. ഇനി ഞാൻ ഹെയറും കൂടി ഒന്ന് അഴിച്ചിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. ബാക്കി ഫുൾ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൊടുത്തേക്കാം, ഞാൻ ഇതിൻ്റെ എൻഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ലവ് യു.